എനിക്ക് കുടുംബങ്ങളായിട്ട് എണ്ണിപ്പറവാൻ തക്കവണ്ണം ആരുമില്ല. അമ്മ മരിക്കുമ്പോൾ ഞാൻ ഒരു ചെറിയ കുട്ടിയായിരുന്നു. അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് 16 വയസ്സ് കഴിഞ്ഞിട്ടില്ല. അച്ഛനിൽ നിന്ന് കിട്ടിയ 1600 പറ നെല്ല് വരുന്ന നിലങ്ങളും 1200 ഉറുപ്പിക പാട്ടം വരുന്ന പറമ്പുകളും ചില രസികന്മാരുടെ ചതിയിൽപ്പെട്ട് എനിക്ക് നഷ്ടമായി. ഞാൻ വീടും കൂടുമില്ലാത്തവനായി തീർന്നു. തക്ക സമയത്തെത്തിയ ഒരു ചങ്ങാതി ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തി. എൻ്റെ ഇളയച്ഛൻ ഒരു കോടീശ്വരനായിരുന്നെങ്കിലും അദ്ദേഹത്തോട് ചെന്ന് പണത്തിനു വേണ്ടി ഇരക്കാൻ എനിക്ക് അസാരം കുറച്ചിൽ തോന്നി. എന്തിനു പറയുന്നു, അധികം കഴിയുന്നതിന് മുമ്പേ ഞാൻ നാടുവിട്ടു. 300 ഉറുപ്പികയും കൊണ്ട് ബർമ്മയ്ക്ക് പുറപ്പെട്ടു. ബർമ്മയിൽ വളരെ ദിവസം അലഞ്ഞു നടന്നു. ഒടുവിൽ ഒരു സായിപ്പിൻ്റെ ചുങ്കത്തിലൊരു പണി കിട്ടി. രാപ്പകൽ പണിയെടുത്ത് ഞാൻ കുഴങ്ങി. കൂലിപ്പണിയായിരുന്നു ഇതിലും നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെയിരിക്കെ എനിക്ക് കോഴിക്കോട്ട് നിന്നും ഒരു വക്കീലിൻ്റെ കത്ത് കിട്ടി. നിങ്ങളുടെ ഇളയച്ഛൻ വിഷജ്വരം വന്ന് മരിച്ചു പോയിരിക്കുന്നു എന്നും ഭാര്യയും മക്കളുമില്ലാത്ത അദ്ദേഹത്തിൻ്റെ കണക്കറ്റ സ്വത്തുക്കൾ ഒസ്യത്തു പ്രകാരം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും ആയിരുന്നു ആ കത്തിൽ. പെട്ടെന്നുണ്ടായ അഭ്യുന്നതിയിൽ ഞാൻ ഏറെ സന്തോഷിച്ചു. പണി രാജിവെക്കുന്നതിന് പകരം 1 മാസത്തെ കൽപ്പനയെടുത്ത് അടുത്ത കപ്പലിൽ കയറി ഞാൻ കോഴിക്കോട്ടെത്തി. ആരാ? എന്തു വേണം? വക്കീൽ സാറ്. വക്കീൽ സാർ വരുന്നുണ്ട്. നമസ്കാരം, ഞാൻ ബർമയിൽ നിന്ന് വരിക. വരൂ, ഇരിക്കൂ. വരുന്ന വഴിയാണല്ലേ? അതെ, നിങ്ങളുടെ കത്ത് കിട്ടിയ ഉടനെ പുറപ്പെട്ടതാ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ കത്ത് കിട്ടിയില്ല അല്ലേ? ഇല്ല. അത് കഷ്ടമായിപ്പോയി. എനിക്ക് വിഷമമുണ്ട്. എനിക്ക് സ്വത്തൊക്കെ കിട്ടിയതുകൊണ്ടോ? അല്ല, പിന്നെ കിട്ടാത്തതുകൊണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. പറയാം. അതായത്, ഈ കാര്യത്തിൽ ഒരു ചെറിയ വിഷമം പറ്റി. ആദ്യത്തെ ഒസ്യത്ത് കിട്ടിയാണ് നിങ്ങൾക്ക് കത്തയച്ചത്. അത് കഴിഞ്ഞുള്ള തിരച്ചിലിൽ അലമാരയിൽ നിന്ന് രണ്ടാമതൊരു ഒസ്യത്ത് കൂടി കിട്ടി. അതിൽ
ആദ്യത്തെ വസ്യത്ത് റദ്ദാക്കി സ്വത്ത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മരുമകൾ അമ്മിണി എന്ന 17 വയസ്സുകാരിക്ക് കൊടുത്തിരിക്കുന്നു. അതിൻ പ്രകാരം അമ്മിണി പൂമാല വീട്ടിൽ താമസവും തുടങ്ങി. അപ്പോൾ ആദ്യം ജന്മിയാകാമെന്ന ഞാൻ കൂലിയായി തന്നെ മടങ്ങേണ്ടി വരും അല്ലേ? അങ്ങനെ ധൃതിയിലൊരു തീരുമാനം എടുക്കരുത്. നല്ലോണം ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. എന്താ ആലോചിക്കാൻ? ഞാൻ വന്ന വഴി തന്നെ മടങ്ങട്ടെ. നിങ്ങളുടെ എഴുത്തും വിശ്വസിച്ച് ചാടി പുറപ്പെട്ട ഞാനൊരു വിഡ്ഢി. ജോലി രാജിവെക്കായിരുന്നത് ഭാഗ്യം. കൽപ്പന എത്രയുണ്ട്? 1 മാസം. എന്നാ പിന്നെ എന്താ അത്ര ബന്ധപ്പാട്? വന്ന സ്ഥിതിക്ക് അവധി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇനി നിന്നിട്ടെന്താ ഫലം? അതൊക്കെ ഉണ്ട്. ആ, ഇരിക്ക്. വളരെ പറഞ്ഞിട്ടും മടങ്ങിപ്പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. പകരം മറ്റൊരു വഴിയിലേക്ക് എന്നെ തിരിച്ചുവിട്ടു. നിങ്ങൾക്ക് ആ അമ്മിണി ഒന്ന് ചെന്ന് കാണരുതോ? അവളെന്നെ ഒരു ശത്രുവായിട്ടാവും കരുതുക. അങ്ങനെയല്ല, നിങ്ങളവിടെ ചെല്ലാതിരുന്നാലാണ് ശത്രുവായി കരുതുക. അവൾ എന്തെങ്കിലും കരുതിക്കോട്ടെ. ഞാൻ അവളെ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കെന്താ? മറ്റുള്ളവരുടെ ഭാഗ്യത്തിൽ സന്തോഷിക്കുന്നവനാണ് നിങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്താ, അങ്ങനെയല്ലേ? അതുകൊണ്ടെന്താ? എനിക്കെൻ്റെ നഷ്ടത്തിൽ ദുഃഖിച്ചൂടെ? നിങ്ങൾക്കായിരുന്നു സ്വത്ത് ആദ്യം വെച്ചിരുന്നത് എന്ന സങ്കടം അവൾക്ക് അകന്നു പോകും. സ്വത്ത് കൈവശം കിട്ടിയവർക്ക് എന്തിനാ സങ്കടം? കിട്ടാൻ ഭാവിച്ചവരുടെ സങ്കടം തീർക്കാഞ്ഞിട്ട്. അങ്ങനെയുള്ള ഉദാരമതികളെ ഈ കാലത്ത് കാണുകയില്ല. നിങ്ങൾ നിങ്ങളെ മറന്നാണ് സംസാരിക്കുന്നത്. പോയി അവളെ വിവാഹം കഴിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ സമ്പാദിക്കാൻ നോക്ക്. അസലായി. എന്താ? സ്വത്ത് കൈവശം കിട്ടിയില്ലെങ്കിൽ സ്വത്തിൻ്റെ ഉടമയെ കൈവശമാക്കാമെന്നാണോ? ആ, അത് തന്നെ. എന്തേ? വേണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. എന്നാലും ഒന്ന് ചെന്ന് അവളെ കണ്ട് ഒരു 2 ദിവസമോടെ പാർത്ത് ലോഹ്യത്തിൽ മടങ്ങിപ്പോയാൽ പോരെ? അവിടെ പോകുന്നതിൽ വിരോധമില്ല. എന്നാൽ ആരാൻ്റെ വീട്ടിൽ പാർക്കുന്നത് കുറേ ആലോചിച്ച് തന്നെ വേണം. ആരാൻ്റെ വീടോ? നിങ്ങളുടെ ഇളയച്ഛൻ്റെ മരുമകൾ നിങ്ങൾക്ക് ആരാനുമായോ? നിങ്ങൾ വന്നിട്ടുണ്ടെന്ന വിവരം ഞാൻ ഇപ്പം തന്നെ അവളുടെ വീട്ടിൽ അറിയിക്കാം. ബാക്കിയൊക്കെ പറഞ്ഞ പോലെ. അത് സർ, ഞാൻ ഒന്നും പറയണ്ട. ഈ സുന്ദരി തന്നെ ആയിരിക്കുമോ അമ്മിണി എന്ന 17 വയസ്സുകാരി? ബർമയിൽ നിന്ന് വന്ന ആളാണല്ലേ? ഇരിക്കൂ, ഞാൻ മൂപ്പത്തിയോട് വിവരം പറയാം. ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇവളെ ഇഷ്ടമായി. ഛേ, എന്താണിത്? ഇവൾ മൂപ്പത്തി എന്ന് പറഞ്ഞാൽ അമ്മിണി എന്നർത്ഥം. അപ്പോൾ ഞാൻ ദാസിയിലാണോ അനുരക്തനായത്? അയ്യേ, മോശമായിപ്പോയി. ഇതെങ്ങാനും അറിഞ്ഞാൽ അമ്മിണി എന്നെ എത്ര നിന്ദ്യനായി കരുതും. ഞാൻ അറിയാം. ഇരിക്കൂ.
ഇവിടെ പാർപ്പാക്കിയിട്ട് 2-3 ദിവസമേ ആയുള്ളൂ. അറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. നിങ്ങൾക്കിത് നഷ്ടപ്പെട്ടതിൽ എനിക്ക് സങ്കടമുണ്ട്. ഞാൻ ഇടയിൽപ്പെട്ട് പോയില്ലായിരുന്നുവെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ കിട്ടുമായിരുന്നില്ലേ? ആർക്കറിയാം. കിട്ടാനും ഇതൊക്കെ നോക്കിക്കൊണ്ട് നടത്താനും ശേഷിയുള്ള ആൾ നിങ്ങളല്ലേ? സ്വത്തിൻ്റെ ന്യായമായ അവകാശി ഇപ്പം നിങ്ങൾ തന്നെയാണ്. അവളെ സമാധാനിപ്പിക്കാനായി അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും എൻ്റെ ദുഃഖം അവൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്. എന്താ? എനിക്ക് കിട്ടിയ സ്വത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കണം. എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാകൂ. ഹേ, അത് മുടക്കം പറയരുത്. നല്ല കാര്യം. ദൈവഹിതം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ മുതലിൻ്റെ പകുതി ഞാൻ അപഹരിക്കുമോ? ശാന്തം, പാപം. അത് വേണ്ട. നിങ്ങൾക്ക് കിട്ടേണ്ട മുതലായിരുന്നില്ലേ? എനിക്ക് കിട്ടിയില്ലല്ലോ. ഞാൻ നിങ്ങൾ പറയും പ്രകാരം എല്ലാം ചെയ്യാൻ ഒരുക്കാണ്. സ്വത്തിൻ്റെ നേർപകുതി നിങ്ങൾ എടുക്കുന്നത് എനിക്ക് സന്തോഷമാണ്. എനിക്ക് വലിയ സങ്കടവും. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. അങ്ങനെ പറയാതെ എനിക്കും നിവൃത്തിയില്ല. ഇഷ്ടം പോലെ ചെയ്യുക. മുഷിച്ചിൽ മാത്രം ഉണ്ടാവരുത്. മുഷിച്ചിലുണ്ടെങ്കിൽ ഇത്രത്തോളം വരണോ? വരേണ്ടത് നിങ്ങളുടെ മുറയല്ലേ? ഞാനെന്താ അന്യയാണോ? ഞാൻ ആരോരും ഇല്ലാത്ത കുട്ടിയാ. ഞാൻ നിങ്ങളെ രക്ഷിതാവായി കരുതുന്നു. എന്നെ ഒരടുത്ത ബന്ധുവിനെ പോലെ കരുതണം. വളരെ ദൂരത്തു നിന്നായിരിക്കും അങ്ങനെ കരുതേണ്ടി വരിക. ആട്ടെ, വേഷമൊക്കെ അഴിച്ചുവെച്ച് അല്പം വിശ്രമിക്കുക. അമ്മോ, ദാ വരണു. ആരാണീ അമ്മു? ഇദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാം വേണ്ട പോലെ ചെയ്യുക. എന്റെ ദാസിയൊന്നുമല്ല, ഒരു ബന്ധുവാ. ഒറ്റയ്ക്കാകണ്ടെന്ന് കരുതി ഞാൻ കൂടെ കൂട്ടിയതാ, ഒരു സഖിയെ പോലെ. എന്താ ഒരു ശങ്ക? ഇരുന്നോളൂ. വേഷമൊക്കെ മാറി കുളി കഴിഞ്ഞ് വന്നാ ഊണ് കഴിക്കാം. അന്നു മുതൽ എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മുവാണ് നോക്കിയത്. ഊണ് കഴിക്കുന്ന സമയത്തു മാത്രമേ അമ്മണി മുകളിൽ നിന്ന് ഇറങ്ങി വരാറുണ്ടായിരുന്നുള്ളൂ. ബാക്കി സമയം മുഴുവൻ അമ്മുവായിരുന്നു എനിക്ക് കൂട്ട്. എത്ര നേരമായി കുളിക്കാൻ പോന്നിട്ട്? അവിടെ ഊണ് കാലമായി. നീ എന്തിനാ എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത്? ഇവിടെ വേറെ വേലക്കാരും ഇല്ലേ? ഇവിടെ വേലക്കാരായിട്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ. എന്താ, മടുത്തു പോയോ? എന്നാ ഞാൻ പോയേക്കാം. പകരം വേറൊരാളെ അയക്കാം. അതേതായാലും വേണ്ട. നീ വലിയ പരിചയമുള്ള ആളെ പോലെയാണ് എന്നോട് പെരുമാറുന്നത്. എനിക്കങ്ങനെ തോന്നി. എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ തോന്നുന്നതിൽ കൗതുകമുണ്ട്. പാടില്ല. ഞാനാര്? വെറുമൊരു കൂലിക്കാരൻ, ബർമ്മയിലേക്ക് തിരിച്ചു പോകേണ്ടവൻ. എന്താ, എന്തെങ്കിലും പറഞ്ഞോ?
ഞാൻ ബർമയിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനല്ലേ? എന്തിനു തിരിച്ചു പോണം? നോക്കൂ, നിങ്ങൾ ഇവിടെ പാർക്കുന്നത് അവൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ സത്യം ചെയ്ത് പറയാം. സത്യം ചെയ്യേണ്ട, സത്യമേ പറയൂന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഓ, അത്രത്തോളം എനിക്ക് തന്നെ തോന്നിയിട്ടില്ല. അത് നിന്റെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ ശുദ്ധത മാത്രമാണ്. എന്നെ പ്രശംസിച്ചിട്ട് ഞാൻ മെല്ലെ ആകാശത്തേക്ക് പൊങ്ങിപ്പോവോന്നൊരു സംശയം. പ്രശംസിക്കാൻ നല്ലൊരു വ്യക്തിയെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് നിങ്ങൾ ഒരിക്കലും കണ്ണാടി നോക്കാഞ്ഞിട്ടാണ്. കണ്ണാടി നോക്കി രസിക്കേണ്ടത് പെണ്ണുങ്ങളാണ്. പെണ്ണുങ്ങളെ നോക്കി രസിക്കേണ്ടത് ആണുങ്ങളായിരിക്കും. ശരി, സമ്മതിച്ചു. ഈ സമ്മതം മാത്രം പോരാ, പിന്നെ ഇനി ബർമയിൽ പോണില്ലാന്ന് കൂടി സമ്മതിക്കണം. എന്തു വിചാരിച്ചാണ് നീ ഇങ്ങനെ പറയുന്നത്? അമ്മിണിയെ വിചാരിച്ചിട്ടെങ്കിലും നിങ്ങൾ ഇവിടെ പാർക്കണം. നിന്നെ വിചാരിച്ചെങ്കിലും ഞാനിവിടെ പാർത്തുകൊള്ളാം. അങ്ങനെ എനിക്ക് അവളോട് ആദ്യം തോന്നിയ ഇഷ്ടം അനുരാഗമായി വളർന്നു വന്നു. ദിവസങ്ങൾ കടന്നുപോയി. എന്നെങ്കിലും ഒരു ദിവസം അമ്മിണി എൻ്റെ പ്രേമം കണ്ടുപിടിക്കുന്ന അവസ്ഥയോർത്ത് ഞാൻ നടുങ്ങി. അവളോട് എങ്ങനെ ഇത് തുറന്നു പറയും? മുഖത്തെ ഗൗരവം കാണുമ്പോൾ ഈ വീട് വിട്ടു പോവാൻ തോന്നും. എന്നാൽ അമ്മുവിൻ്റെ മുഖം, കണ്ണുകൾ, അത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തി. അവളോടൊത്തുള്ളൊരു ജീവിതം ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങി. സത്യം. അങ്ങനെയിരിക്കെ ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ അകത്തളത്തിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ജോലിക്കാരി എൻ്റെ കയ്യിൽ ഒരു കടലാസ് കൊണ്ടുവന്ന് തന്നു. ഞാനത് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മുവും എത്തി. എന്താ അത്? ഇളയച്ചൻ്റെ ഒടുവിലത്തെ ദിവസത്താ. മൂന്നാമത്തെയോ? ഉം. സ്വന്തം കൈയക്ഷരത്തിലാ. അപ്പൊ രണ്ടാമത്തേതോ? അതിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എങ്ങനെ? അമ്മിണിയെ ഞാൻ വിവാഹം കഴിച്ചാൽ സ്വത്ത് മുഴുവൻ എനിക്ക്. അതിന് അമ്മിണിക്ക് സമ്മതമല്ലെങ്കിലോ? എന്നാ സ്വത്തൊക്കെ എനിക്ക് മാത്രം. നിങ്ങൾക്കതിന് സമ്മതമല്ലെങ്കിലോ? അപ്പ സ്വത്ത് മുഴുവൻ അമ്മിണിക്ക്. എന്നാ ഞാൻ ഈ വിവരം അമ്മിണിയോട് പറയട്ടെ. എന്തിന്? വേഗം നിങ്ങളുടെ ഭാര്യയാവാൻ. ഞാനതിന് ഒരുക്കമല്ലെങ്കിലോ? സ്വത്ത് വേണമെങ്കിൽ നിങ്ങൾ അമ്മിണിയെ വിവാഹം കഴിക്കണ്ടേ? അതെ, പക്ഷെ ഞാൻ അവളെ വിവാഹം കഴിക്കുന്നില്ലെങ്കിലോ? അപ്പൊ നിങ്ങൾക്ക് സ്വത്ത് നഷ്ടാവില്ലേ? എനിക്ക് അതിലും വലിയ സ്വത്ത് കിട്ടാനുണ്ടെങ്കിലോ? ഏതാണ് ആ സ്വത്ത്? മനസ്സിലായില്ലേ? ഇല്ല. ഇനി ഇതിന്റെ ആവശ്യമില്ല. ഏയ്, ഏ, ഏ, ആ, നീ താ, താ, താ. അമ്മു, ഞാൻ ക്ഷമിക്കണം. ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയി. വേണ്ട, അവള് തന്നെ അമ്മിണി.